സുലൈമാൻജി എന്താണ് എന്താ ഇവിടെ ഞാൻ സ്റ്റേഡിയം ഒന്ന് കാണാൻ വന്നുണ്ടോ ഇത്ര കാലം ശരി നശിച്ചു പോകുമ്പോ റഹ്മാൻക്ക് നടത്തം കണ്ടാക്കിയാ എന്താണ് നിങ്ങൾ ഇവിടെ ഞങ്ങള് വെറുതെ സ്റ്റേഡിയം ഒന്ന് കാണാറ്റേ സ്റ്റേഡിയം എന്താ കാണാനുള്ളത് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ കണ്ടില്ലേ എത്ര വർഷമായി ഇപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് ഇത് ഇന്ന് തീരും അടുത്ത മാസം തീരും അടുത്ത കൊല്ലം തീരും ഈ ഭരണം മാറുന്നതിൻ്റെ ഉള്ളിൽ തീരും ഈ ജനപ്രീതി മാറുന്നതിൻ്റെ ഉള്ളിൽ തീരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലത്തിരെ കെടുത്താണ് ഇപ്പൊ കാണുന്നത് ഒക്കെ ശരിയാവും ഞങ്ങളെ പറഞ്ഞിട്ട് പറ്റേ അപ്പൊ ഭരണം ആര് എന്നുള്ളതല്ല സുലൈമാനെ ഭരണം ആര് ഭരിച്ചാൽ എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത് ഈ ഗ്രൗണ്ട് ഈ സ്റ്റേഡിയം ഒന്ന് ഗംഭീരമായി കിട്ടുക എന്നുള്ള ആ പഴയ രൂപത്തിലെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മതി കാരണം ഈ പഴയ രൂപത്തിലായാലും വേണ്ട കാരണം പഴയ രൂപത്തിലാണെങ്കിലും നമുക്കൊക്കെ നടക്കാനും കളിക്കാനും ഒക്കെ സാധിച്ചിരുന്നു ഇന്നിപ്പോൾ അത് സാധിക്കുന്നില്ല ഈ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ പഴയ അവസ്ഥ എന്തായിരുന്നു പഴയ സമയത്ത് എത്ര പോലെ ആളുകൾ രാവിലെ ജോഗ് ചെയ്തിരുന്നു ഒപ്പം തന്നെ കുട്ടികളുടെ ഫുട്ബോൾ കളി കാണാൻ സാധിച്ചിരുന്നു ക്രിക്കറ്റ് കളി കാണാൻ സാധിച്ചിരുന്നു ഇതിലൊക്കെ ഉപരി ഒരുപാട് വലിയ പ്രോഗ്രാമുകൾ ഒട്ടനവധി വലിയ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള ആളുകൾ വന്നിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിലുപരി മജീഷ്യൻ മുതുകാടിൻ്റെ ഒരു പരിപാടി ഉണ്ടായി ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ അച്ചുകാവിലെ പൂരം അടുത്തിരിക്കുകയാണ് ഊട്ടുപുര കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ അല്ലായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ പഴയ അവസ്ഥയിലെങ്കിലും ഇതൊന്ന് കിട്ടിയാൽ മതി എന്നുള്ളിടത്താണ് ഇപ്പോഴത്തെ നാട്ടുകാരും സ്പോർട്സ് പ്രേമികളും ആര് ഭരണം മാറി വന്നാലും ഭരിച്ചാലും കുഴപ്പമില്ല പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാക്കി തീർക്കണം അതുപോലെ അപ്പോൾ ആ രൂപത്തിലുള്ള ഇടപെടലുകൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകട്ടെ വലിയ വലിയ സമര പോരാട്ടങ്ങൾ നടന്ന ചരിത്രങ്ങളുള്ള മണ്ണാണ് അപ്പോൾ ഇതിന് വലിയൊരു സമരം സംഘടിപ്പിക്കണമെങ്കിൽ പൊതുജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടെങ്കിലും കരാറുകാരനായിട്ട് എന്താണ് ഇതിൻ്റെ വിഷയം എന്ന് പരിശോധിച്ചിട്ട് ഒന്ന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ